ഹായ് മക്കളെ, വെൽക്കം ടു ആറ്റോമിക് ടേക്സ്. അപ്പൊ നമുക്ക് ഓണ എക്സാം ഒക്കെ അടുക്കാറായില്ല മക്കളെ. നിങ്ങൾക്ക് നിങ്ങളുടെ കെമിസ്ട്രിയിലെ മൂന്നാമത്തെ ചാപ്റ്ററിലെ ഏതായിരുന്നു ആ ചാപ്റ്റർ? പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസം. ഈ ചാപ്റ്ററിൽ നിന്നൊരു 6 മാർക്ക് ലഭിച്ചാൽ എങ്ങനെ ഉണ്ടാവും എക്സാം? ഷുവർ ആയിട്ടും നിങ്ങൾ ഈ ആറ്റോമിക് ടിക്സിന്റെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ എക്സാം ആളിൽ പോകുന്നതെങ്കിൽ എൻ്റെ മക്കൾക്ക് 6 മാർക്ക് ലഭിക്കും. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ എത്ര ടഫായിട്ട് വന്നോട്ടെ, അല്ലെങ്കിൽ പാറ്റേൺ മാറിയിട്ട് വന്നോട്ടെ, എങ്ങനെയാണെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടാണ് എൻ്റെ മക്കൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ട് എത്ര മാർക്ക് ലഭിക്കും? 6 മാർക്ക്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? ഓക്കേടാ, നമുക്ക് തുടങ്ങാം. നിങ്ങൾ ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം എന്താ അറിയണം? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ അറിയണം. എൻ്റെ മക്കൾക്ക് അറിയോ? അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് പഠിക്കണം? ഈ ഓർഡർ അങ്ങ് ആദ്യം പഠിച്ചേക്കുക. എങ്ങനെയാണ്? 1s 2s 2p 3s 3p 3d 4s. ഈ ഓർഡർ നിങ്ങൾ ഇപ്പൊ തന്നെ എന്റെ മക്കൾ എന്ത് ചെയ്യാ? കാണാതെ പഠിക്കുക. നോക്കിയേ, 1s, അത് കഴിഞ്ഞ ആര് വരും? 2s 2p വരും. പിന്നെ ആര് വരും? 3s 3p വരും. പിന്നെ 3d, പിന്നെ ആര് വരും? ലാസ്റ്റ് 4s. സിമ്പിൾ അല്ല പഠിക്കാന്? ഇതങ്ങ് പഠിച്ചു വെച്ചോ. ശേഷം 2 പോയിന്റും കൂടി അറിയാം. ഈ 2 പോയിന്റും കൂടി അറിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഏത് എലമെന്റ് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്തും? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതും. അടുത്ത നിങ്ങൾക്ക് അറിയേണ്ടത്, എസിൽ പരമാവധി 2 ഇലക്ട്രോണേ കൊള്ളുള്ളൂ. എത്ര ഇലക്ട്രോണേ കൊള്ളുള്ളൂ? 2 എണ്ണം. എസിൽ എത്ര കൊള്ളും? 2. പിയിൽ എത്ര കൊള്ളുവടാ? 6 ഇലക്ട്രോൺ കൊള്ളും. പിയില് 6. ഇനിയോ ഡി ഓർബിറ്റലാണെങ്കിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? 10 ഇലക്ട്രോൺസ് കൊള്ളും. ഈ കാര്യങ്ങൾ എന്റെ മക്കൾ ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോ. എസില് 2, പിയില് 6, ഡിയില് 10. ഇനി എന്താ അറിയണമെന്ന് അറിയോ? നമ്മള് ഇലക്ട്രോൺ ഇങ്ങനെ ഫില്ല് ചെയ്ത് പോകും. ഇലക്ട്രോൺ ഫില്ല് ചെയ്യുമ്പോ എവിടെ എത്തും? 3pയിൽ എത്തൂലേ? 3pയിൽ എത്തുമ്പോ എന്റെ മക്കൾ എന്ത് ചെയ്യണം? ഒറ്റ ചാട്ടം. എങ്ങോട്ട് ചാടണം? 4sലോട്ട് ചാടണം. ആരെ പറ്റിച്ച്? 3dനെ പറ്റിച്ചിട്ട് എങ്ങോട്ട് ചാടണം? 4sലോട്ട് ചാടണം. എന്നിട്ട് 4sന് ഇലക്ട്രോൺ കൊടുത്തിട്ട് ആർക്ക് കൊടുക്കണ്ടുള്ളൂ? 3dക്ക് കൊടുക്കണ്ടുള്ളൂ. 3d കുറച്ച് അഹങ്കാരമുള്ളവനാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 3pയിൽ ഇലക്ട്രോൺ കൊടുത്ത് ആർക്ക് കൊടുക്കണം? 4sന്. സാധുവായ 4sന് കൊടുത്തിട്ട് ആർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ? 3dക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഈ 3 പോയിന്റ് അറിയോ? നിങ്ങൾ സിമ്പിൾ ആയിട്ട് എന്ത് എഴുതും? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതും. നോക്കിയാലോ നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞ എന്റെ മക്കളെ ഒന്ന് പറഞ്ഞേ. ആയിക്കോട്ടെ. ഏതാ? അലുമിനിയം. അലുമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാടാ? 13 ആണ്. നമ്മൾ എങ്ങനെ എഴുതും? ആറ്റോമിക് നമ്പർ 13 ആണെങ്കിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 13 ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി ഈ 13 ഇലക്ട്രോൺ നമ്മൾ എഴുതിയാലോ? സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതിയാലോ? എങ്ങനെ എഴുതുവടാ? ആദ്യം നമ്മൾ 1s. എസ് കണ്ടാൽ കൊടുക്കണേ 2. എസിന് 2 ഇലക്ട്രോൺസ്. അപ്പൊ 1s2. അതില് അടുത്ത ആരാ വരിക? 2s അല്ലേ? ഓർഡറിലാരാ? 2s. എസ് കണ്ടാ കൊടുക്കണേ 2. കൊടുത്തില്ലേ? അപ്പൊ എന്തായി? 1s2 2s2. 13 ഇലക്ട്രോണും 4 ഇലക്ട്രോൺ കഴിഞ്ഞ് ഇനി അടുത്ത ആരാ വരിക? 2p. 2pക്ക് എത്ര ഇലക്ട്രോൺസാ? 6. അപ്പൊ 2pക്ക് 6. അപ്പൊ മൊത്തം എത്ര ഇലക്ട്രോൺസ് ആയി മക്കളെ? 10 ഇലക്ട്രോൺസ് ആയി. എത്ര നമ്മുടെ ആറ്റോമിക് നമ്പർ അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ എണ്ണം എത്ര? 13. ഇനി എത്ര ബാക്കിയുണ്ട്? 3 ഇലക്ട്രോൺസ് ബാക്കിയുണ്ട്. അത് ആർക്ക് കൊടുക്കണം? ഇനി ആരാ നമ്മളത് വരുന്നത്? 3s. ആരാ വരുന്നത്? ഇവിടെ നോക്കിയേ, 3s അല്ലേ? 3sന് എത്ര ഇലക്ട്രോൺ കൊടുക്കും? എത്ര കൊള്ളുള്ളൂ? 2. 3ന്ന് 2ഉം കഴിഞ്ഞു. എത്ര ഇലക്ട്രോൺ ബാക്കിയുണ്ട്? 1 ഇലക്ട്രോൺ. അതാർക്ക് കൊടുക്കണം? 3pക്ക് 1 ഇലക്ട്രോൺ. അപ്പൊ കണ്ടോ, അലുമിനിയത്തിന്റെ എന്തായി? 1s2 2s2 2p6 3s2 3p1. ഓക്കെ ആണോ? പഠിച്ചോ? എന്നാ പറഞ്ഞേടാ. അങ്ങനെ എഴുതാൻ വേണമെങ്കിൽ പറഞ്ഞേ. വനേഡിയം 23. എങ്ങനെ എഴുതും? 23 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ എങ്ങനെ എഴുതും? 1s2 2s2 2p6. ഇനി എത്ര വരും? ഇപ്പൊ 10 ഇലക്ട്രോൺ ആയില്ലേ? 23 എണ്ണം ഉണ്ട്. ഇനി എത്ര ബാക്കിയുണ്ട്? 13 ഇലക്ട്രോൺസ് ബാക്കിയുണ്ട്. അടുത്ത ആരാ വരിക? 3s. എസ് കണ്ടാൽ കൊടുക്കണേ 2. കൊടുത്തോടാ, 2 കൊടുത്തു. 3s2. ഇനി അടുത്ത ആരാ വരിക മക്കളെ? അടുത്ത ആരാണ്? 3pയിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6 ഇലക്ട്രോൺസ്. 3p6. ഇപ്പൊ എത്ര എണ്ണായി മക്കളെ? 10ഉം 18. ഇനി 3p കഴിഞ്ഞ് എന്ത് ചെയ്യണം? കെമിസ്ട്രി പിള്ളേർ എന്ത് ചെയ്യും? 3dക്ക് കൊടുക്കാതെ ആർക്ക് കൊടുക്കടാ? ആർക്ക് കൊടുക്കും? 4sന് കൊടുക്കും. 4sന് എത്ര ഇലക്ട്രോൺ കൊടുക്കാം? 2 എണ്ണം.
അല്ലേ? അപ്പൊ നമ്മൾ 3p ഒറ്റ ചാട്ടം ഇങ്ങോട്ട് 4sന്. എസ്സിന് എത്ര ഇലക്ട്രോൺ കൊടുത്തു? 2 എണ്ണം കൊടുത്തു. അപ്പൊ മൊത്തം എത്രയായി? 20 ആയി. ഇനി എത്ര ബാക്കിയുള്ളത്? 3 ഇലക്ട്രോൺസ്. അതാർക്ക് കൊടുക്കും? 3d കൊടുക്കും. 3d കൊടുക്കും. സെറ്റ് അല്ലേ? അപ്പൊ നമ്മൾ 180 ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചു. ഒന്നും കൂടി നോക്കാം. ഇവ രണ്ടും എഴുതാൻ പഠിഞ്ഞ ആൾക്കാരെന്ന് എഴുതടാ. കാൽഷ്യം 20 ആറ്റോമിക് നമ്പർ എങ്ങനെ എഴുതും? ഒന്ന് എഴുതിക്കേ. 20 സർ. ഫസ്റ്റ് എങ്ങനെ എഴുതും? 1s2. പിന്നെ അടുത്ത ഏത് എഴുതും? 2s2, 2p6, 3s2. 12 ഇലക്ട്രോൺ ആയേ. ഇനിയോ 3p6 18 ഇലക്ട്രോൺ ആയേ. ഇനി അടുത്ത ആര് വരും? 3p6 കഴിഞ്ഞാല് ആരെഴുതും നമ്മള്? 4s എഴുതും. 18 കഴിഞ്ഞാൽ എസിന് എത്ര കൊടുക്ക? 2. 20 ഇലക്ട്രോൺ ആയോ? ഇനി 3ഡിക്ക് കൊടുക്കാനുണ്ടോ? ഇവിടെയുള്ള 3ഡിക്ക് ഇലക്ട്രോൺ കൊടുക്കാനുണ്ടോ? ഇല്ല, ആൾക്കില്ല അല്ലേ? എന്നാ ഇലക്ട്രോൺ ഇല്ലാത്ത ആളൊന്നും ഇവിടെ വേണ്ട, ഒഴിവാക്കിക്കളി. 3 കളഞ്ഞളി. അപ്പൊ നമ്മുടെ ഇലക്ട്രോൺ വിന്യാസം എന്തായി? 1s2, 2s2, 2p6, 3s2, 3p6, 4s2. അതുവരെ മതി കേട്ടോ. അപ്പൊ 3ഡിനെ ഇലക്ട്രോൺ ഇല്ലെങ്കിൽ ഇതിന്റെ ഇടയിൽ 3d എഴുതണോ? എഴുതണ്ട. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുക? ഇതുപോലെ എഴുതുക. ഇനി നിങ്ങൾക്ക് ഈ 3 ആൾക്കാരെ എഴുതാൻ വെച്ചോ. നിങ്ങൾക്ക് ഇനി ഏത് എലമെന്റ്സ് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താ പറയാ? എഴുതാൻ അറിയും. അറിയില്ലേ? അപ്പൊ ഇത് ശ്രദ്ധിച്ചിട്ട് പഠിക്കുക. അപ്പൊ നമുക്ക് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ അറിയും. 3 പോയിന്റുകളും മറക്കരുത്. അപ്പോ ഇങ്ങനെ നിങ്ങൾക്ക് ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പഠിച്ച കുട്ടിക്ക് അടുത്ത വെല്ലുവിളി, അടുത്ത ചോദ്യം എന്താ എക്സാമിന് ചോദിക്കുക? നിങ്ങൾക്ക് ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ അറിയോ? എന്നാൽ നിങ്ങൾ അതിൽ നിന്ന് എന്തൊക്കെ കണ്ടെത്തണം? ഗ്രൂപ്പും പീരിയഡും ബ്ലോക്കും. ബ്ലോക്ക്, ഗ്രൂപ്പ്, പീരിയഡ്, ഈ 3 കാര്യങ്ങൾ കണ്ടെത്തണം. അത് എങ്ങനെയെന്ന് കണ്ടെത്താൻ നോക്കാം. നമുക്ക് എത്ര ബ്ലോക്കുകൾ ഉണ്ടെന്ന് ആദ്യം അറിയണം. നമുക്കുള്ളത് എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. 4 ബ്ലോക്കുകളാണുള്ളത്. ഏതൊക്കെയാണ്? എസ്, പി, ഡി, എഫ്. എസ് ബ്ലോക്ക് മൂലകങ്ങളുണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. അതിൽ 1ഉം 2ഉം ഗ്രൂപ്പ് ഏരിയയാണ് നമ്മൾ എന്ത് പറയാ? എസ് ബ്ലോക്ക്. പി ആണെങ്കിൽ ആരൊക്കെ വരും? 13 മുതൽ 18 വരെയുള്ള ആൾക്കാരാണ് ആര്? ആ സാധുക്കളെയാണ് നമ്മൾ എന്ത് പറയാ? പി ബ്ലോക്ക്. പി ബ്ലോക്ക് മൂലകങ്ങൾ. ഇനി അടുത്ത ആരാ? ഡി ബ്ലോക്ക് മൂലകം. ആരൊക്കെ ഡി ബ്ലോക്കിൽ പെടുക? 3 മുതൽ 12 വരെയുള്ള, നമ്മൾ പഠിച്ചിട്ടുണ്ട് 9ാം ക്ലാസ്സിൽ 3 മുതൽ 12 വരെയുള്ള ആൾക്കാർ എന്താ നമ്മൾ പഠിച്ചത്? ട്രാൻസിഷൻ എലമെന്റ്സ്, സംക്രമണ മൂലങ്ങൾ പഠിച്ചല്ലേ? അവരാണടാ ഡി ബ്ലോക്കിൽ പെടുക. ഇനി എഫ് ബ്ലോക്ക് മൂലകങ്ങൾ ആരൊക്കെയാടാ? 6ാമത്തെ പീരിയഡിലെ ലന്താനം മുതൽ ലുട്ടീഷ്യം വരെയുള്ള 13 എലമെന്റ്സിനെയും, അതുപോലെ 7ാമത്തെ പീരിയഡിലെ ആക്ടിനിയം മുതൽ ലോറൻഷ്യം വരെയുള്ള 14 എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? എഫ് ബ്ലോക്ക് മൂലകങ്ങളെ. അതിന് നിങ്ങൾക്ക് ഗ്രൂപ്പും പീരിയഡും കണ്ടെത്താൻ ആരൊക്കെയാണ്? എസിനെയും പിന്റെയും ഡി ബ്ലോക്ക്, ഈ 3 ബ്ലോക്കുകളുടെയും ഗ്രൂപ്പും പീരിയഡും നിങ്ങൾക്ക് കണ്ടെത്താൻ അറിയണം. എങ്ങനെയാണെന്ന് നോക്കിയാലോ. എടാ, നിങ്ങൾക്ക് തരുന്നത് എസ് ബ്ലോക്ക് താളാണെങ്കിൽ, എസ് ബ്ലോക്ക് ആണെന്ന് എങ്ങനെ അറിയാം? നിങ്ങൾ അവസാനത്തെ ഇലക്ട്രോൺ കൊടുക്കുന്നത്, നിങ്ങൾ അവസാനത്തെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യൂലേ? നമ്മൾ 1s2, 2s2 പറഞ്ഞിട്ട് ഇലക്ട്രോൺ ഫില്ല് ചെയ്യൂലേ? അപ്പൊ അവസാനത്തെ ഇലക്ട്രോണ് എവിടെയായിരിക്കും? എസ് സബ്ഷെല്ലിലായിരിക്കും. എസ് സബ്ഷെല്ലിലാണെങ്കിൽ അതാരാ? എസ് ബ്ലോക്ക് ആണ്. എസ് ബ്ലോക്ക് ആണ്. ഈ എസ് ബ്ലോക്കിന്റെ ഗ്രൂപ്പ് എങ്ങനെ കണ്ടെത്തും? എന്റെ മക്കളെ എന്ത് നോക്കണം? എസ് ബ്ലോക്കിൽ നിങ്ങൾ എത്ര ഇലക്ട്രോൺസ് കൊടുത്തിട്ടുണ്ടെന്ന് നോക്കണം. എസ് ബ്ലോക്കിൽ ഒന്നെങ്കിൽ 1 ഇലക്ട്രോൺ കൊടുക്കും, അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺ കൊടുക്കും? 2 ഇലക്ട്രോൺ കൊടുക്കും അല്ലേ? അപ്പൊ എസ് ബ്ലോക്കിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? അതായിരിക്കും എന്ത്? ഗ്രൂപ്പ് വരിക. ഇനിയോ പീരിയഡ് എങ്ങനെ കണ്ടെത്തണം? പീരിയഡ് എന്റെ മക്കളെ ഏറ്റവും വലിയ ഷെൽ നമ്പർ നോക്കണം. ഏതാ ഷെൽ നമ്പർ? നമ്മൾ എഴുതൂലടാ 1s, 2s, 2p ഒക്കെ എഴുതൂലേ? അതിലിവിടെ 1ഉം 2 ഒക്കെ എഴുതിയില്ലേ? ഇതാ ഷെൽ നമ്പർ. ഇങ്ങനെ എഴുതുമ്പോ ഏറ്റവും വലിയ സംഖ്യ അതിലെവിടെ എഴുതിയിട്ടുള്ളത്? അതായിരിക്കും ഷെൽ നമ്പർ. ഓക്കെ ആണോ? ഏറ്റവും വലിയ എന്താണ്? ഷെൽ നമ്പർ ആണ് നമ്മുടെ പീരിയഡ് വരിക. ഏറ്റവും ഇങ്ങനെ എഴുതുമ്പോ ഇതിലെഴുതിയത് വലിയ സംഖ്യ 2 അല്ലേ? അപ്പൊ 2ാമത്തെ പീരിയഡ്. ഇങ്ങനെ എഴുതുമ്പോ ഏറ്റവും വലിയ
ഷെൽ നമ്പർ ആണ് എന്ത് വരിക, പീരിയഡ് വരിക. ഈ കാര്യങ്ങൾ സെറ്റ് ആണോ? എസ് ബ്ലോക്ക് സെറ്റ് ആണോ? എന്നാ പി ബ്ലോക്കിന്റെ ഇതുപോലെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയണം. ലാസ്റ്റ് ഏതാ വരേണ്ടത്? ലാസ്റ്റ് നിങ്ങൾ ഇലക്ട്രോൺ കൊടുക്കുന്ന സബ്ഷെൽ ഏതായിരിക്കണം മക്കളെ? പി ആയിരിക്കണം. പി സബ്ഷെല്ലിലാണ് നിങ്ങൾ അവസാനത്തെ ഇലക്ട്രോൺ കൊടുത്തതെങ്കിൽ നിങ്ങൾ ഏത് ബ്ലോക്കാ? പി ബ്ലോക്കാ. ഏതാ ബ്ലോക്ക്? പി ബ്ലോക്കാ. ഇനിയോ പി ബ്ലോക്ക് ഏതാണെങ്കിൽ ഗ്രൂപ്പ് കണ്ടെത്താൻ നിങ്ങൾ എന്ത് ചെയ്യണം? അവസാനത്തെ ഇലക്ട്രോണില്ലേ പി ബ്ലോക്ക്, പി സബ്ഷെല്ലില്ലേ, അതിന് നിങ്ങൾ ഇലക്ട്രോൺ കൊടുത്തിട്ടില്ലേ, ആ ഇലക്ട്രോണിന്റെ കൂടെ 12 കൂട്ടണം. ആ ഇലക്ട്രോണിന്റെ കൂടെ എത്ര കൂട്ടണം എന്റെ മക്കളെ? 12 കൂട്ടണം. ഓക്കെ ആണോ? പീരിയഡ് നമ്മൾ പറഞ്ഞ മാതിരി തന്നെ ആ നിങ്ങൾ എഴുതി ഇലക്ട്രോൺ കോൺഫിഗറേഷനിൽ ഏറ്റവും വലിയ ഷെൽ നമ്പർ ഇതുപോലെ 1s 2s എഴുതിയിൽ ഇവിടെ എഴുതിയ ഇടതുഭാഗത്ത് എഴുതിയ നമ്പർ ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണോ അതാണ് പീരിയഡ്. ഓക്കെ അല്ലേ? ഇനിയോ ഡി ബ്ലോക്ക് ആണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും? ഡി ബ്ലോക്ക് കണ്ടെത്തുക എങ്ങനെയാണ്? നിങ്ങൾ അവസാനത്തെ ഇലക്ട്രോൺസ് ആർക്ക് കൊടുത്തിരിക്കും? ഡി സബ്ഷെല്ലിൽ കൊടുത്തിരിക്കും. അങ്ങനെയാണെങ്കിൽ ഏതാ വരിക? ഡി ബ്ലോക്ക് ആണ് വരിക അല്ലേ? ഇനി എന്താണ് ഡി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് എങ്ങനെ കണ്ടെത്തും എന്റെ മക്കള്? എങ്ങനെ കണ്ടെത്തും? ഡി ബ്ലോക്കിൽ നിങ്ങൾ ഇലക്ട്രോൺസ് കൊടുത്തിട്ടില്ലേ, ആ ഇലക്ട്രോൺസിന്റെ കൂടെ നിങ്ങൾ എത്ര കൂട്ടണം? 2 കൂട്ടണം. ഡി ബ്ലോക്കിൽ ഇലക്ട്രോൺസ് ഇല്ലേ, ആ ഇലക്ട്രോൺസ് എത്രയാണോ അതിന്റെ കൂടെ എന്റെ മക്കൾ എത്ര കൂട്ടണം? 2 കൂട്ടണം. 2 ആഡ് ചെയ്യണം. പീരിയഡ് കാണണമെങ്കിലോ? പീരിയഡ് കാണണമെങ്കിൽ എന്റെ മക്കൾ എന്ത് ചെയ്താൽ മാത്രം മതി? ഏറ്റവും വലിയ ഷെൽ നമ്പർ നോക്കിയാൽ മതി. പീരിയഡ് എവിടെ ഏത് ബ്ലോക്ക് ആയിക്കോട്ടെ നിങ്ങൾ എഴുതിയിൽ ഏറ്റവും വലിയ ഷെൽ നമ്പർ ഏതാ അതാണ് പീരിയഡ്. ഏറ്റവും വലിയത് 4 ആണോ? 4s എഴുതിയിട്ടുണ്ടോ? ഏറ്റവും ലാസ്റ്റത്തെ 4s ആണോ? 4 ആണോ ഏറ്റവും വലിയ ഷെൽ നമ്പർ എങ്കിൽ 4 നാലാമത്തെ പീരിയഡാ. 3 ആണോ? 3s 3p 3d ആണോ നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് എഴുതിയിട്ടുള്ളത്? ഏറ്റവും വലിയ നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ 3ാമത്തെ പീരിയഡാ. അങ്ങനെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവേ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ബ്ലോക്കുകൾ കണ്ടെത്തുക എങ്ങനെയാണ്? നിങ്ങൾ അവസാനത്തെ ഇലക്ട്രോൺ എവിടെയാണോ കൊടുത്തിട്ടുള്ളത് ആ സബ്ഷെല്ലായിരിക്കും ബ്ലോക്ക് വരിക. ഇനിയോ ആ സബ്ഷെല്ലിന്റെ ഇലക്ട്രോൺസ് നോക്കുക. ഇലക്ട്രോൺസിന്റെ കൂടെ എസ് ബ്ലോക്ക് ആണെങ്കിൽ ആ ഇലക്ട്രോൺസ് തന്നെയാണ് ഗ്രൂപ്പ് വരിക. പി ബ്ലോക്ക് ആണെങ്കിൽ ആ ഇലക്ട്രോൺസിന്റെ കൂടെ 12 കൂട്ടണം. ഡി ബ്ലോക്ക് ആണെങ്കിൽ 2 കൂട്ടണം. ഈ കാര്യങ്ങളും എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഇത് സെറ്റാണോ? ഈ കൺസെപ്റ്റ് ഓക്കെ ആണോ? എന്നാടാ നിങ്ങൾക്ക് എക്സാമിന് കിട്ടിയടാ മാർക്ക് 6 മാർക്ക് പിടിച്ചോ എന്നാ നമുക്ക് പ്രോബ്ലം ചെയ്യാം. നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളോട് ഒരു എലമെന്റ് തരും. ഒരു എലമെന്റ് തരികയാണ്. ഒരു എലമെന്റ് ഫോർ എക്സാമ്പിൾ എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ആറ്റോമിക നമ്പർ എത്രയാണ്? 18 ആണെന്ന് വിചാരിക്കുക. ഇതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതി ഗ്രൂപ്പും പീരിയഡും ബ്ലോക്കും കണ്ടെത്തണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യണം? ആറ്റോമിക നമ്പർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്താ എഴുതാൻ അറിയാം? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ അറിയാം അല്ലെ? എങ്ങനെ എഴുതും? 1s2 2s2 2p6 10 ഇലക്ട്രോൺ ആയി. 3s2 എത്ര ഇലക്ട്രോൺ ആയി? 12 ആയി. 3p6 18 ഇലക്ട്രോൺസ് ആയി. 18 ഇലക്ട്രോൺസ് ആയില്ലേ? 18 ഇലക്ട്രോൺസ് ആയില്ലേ? ഇനി എന്ത് ചെയ്യണം? ഏത് ബ്ലോക്ക് ആദ്യം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഏത് ബ്ലോക്ക് ആണെന്ന്. ബ്ലോക്ക് കണ്ടെത്തണമെങ്കിൽ എന്ത് നോക്കണം? ഞാൻ അവസാനത്തെ ഇലക്ട്രോൺ കൊടുത്തത് എവിടെ? 3pന്റെ അടുത്താ. സാധുവായ 3pന്റെ അടുത്ത ഇലക്ട്രോൺ കൊടുത്തത്. 3pന്റെ അടുത്ത് ആരുണ്ട്? p ഉണ്ട്. p ഉണ്ടെങ്കിൽ p ബ്ലോക്ക്. p ഉണ്ടെങ്കിൽ ലാസ്റ്റ് കൊടുത്തിൽ ഏതാണ് സബ്ഷെല്ല്? p ആണ്. അപ്പൊ ഏതാണ്? p ബ്ലോക്ക് ആണ്. ഓക്കെ അല്ലേ? പി ബ്ലോക്ക് ആണ്. ഇനി എന്താ അറിയാം? ഗ്രൂപ്പ് കണ്ടെത്താൻ പി ബ്ലോക്ക് എന്ന് കേട്ടാൽ ഓർക്കണേ 12. പി ബ്ലോക്ക് കേട്ടാൽ എവിടെ ഓർക്കണം? 12നെ ഓർക്കണം. ഗ്രൂപ്പ് കണ്ടെത്തണമെങ്കിൽ പി ബ്ലോക്കിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അതിന്റെ കൂടെ എത്ര കൂട്ടണം? 2 കൂട്ടണം. 2 കൂട്ടിയാലോ? പി ബ്ലോക്കിന്റെ കൂടെ എത്ര ഇലക്ട്രോൺസാ? 6 ഇലക്ട്രോൺസ്. അതിന്റെ കൂടെ 12 കൂട്ടണം. എത്ര കൂട്ടണം? 12. എത്ര ആൻസർ കിട്ടുക? 18. അപ്പൊ ഗ്രൂപ്പ് എത്ര കിട്ടി? 18ാമത്തെ ഗ്രൂപ്പ് കിട്ടി. ഓക്കെ ആണോ? ഗ്രൂപ്പ് കണ്ടെത്തിയ മനസ്സിലായോ? ഈ പീരിയഡ് എങ്ങനെ നോക്കും? ഇവിടെ എഴുതിയ ഇടത് ഭാഗത്ത് എഴുതിയ ഏറ്റവും വലിയ സംഖ്യ നോക്കിയാൽ മതി. ഇവിടെ എഴുതിയ 1 അല്ല 2 അല്ല അതിനേക്കാൾ വലുത് 3 ആണ്. ഇവിടെയൊക്കെ 3 വന്നത്. അപ്പൊ ഇടത് ഭാഗത്ത് എഴുതിയ വലിയ സംഖ്യ എത്രയാണ്? 3. അപ്പൊ 3ാമത്തെ പീരിയഡ് കിട്ടി. ഓക്കെ ആണോ? ഓക്കെ ആണോ മക്കളെ? ഇനി
അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നിങ്ങളോട് ചോദിക്കാണ് കാൽഷ്യം 20 അല്ലെ. കാൽഷ്യത്തിന്റെ ആറ്റം നമ്പർ 20 ആട്ടോ. ഇങ്ങനെ കാൽഷ്യം തന്നിട്ട് ചോദിക്കാണ് ഗ്രൂപ്പും പീരിയഡും കണ്ടെത്താൻ ചോദിച്ചു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 1s2 2s2 2p6 10 ഇലക്ട്രോൺ ആയി 3s2 12 3p6 18 ഇലക്ട്രോൺ ആയില്ലേ. ഇനി അടുത്ത ആര് വരും? 3p കഴിഞ്ഞാൽ അവർക്ക് ചാടണം 4sലോട്ട് ചാടണം. 4sലോട്ട് ചാടിയിട്ട് എത്ര ഇലക്ട്രോൺ കൊടുക്കണം? 2 ഇലക്ട്രോൺ കൊടുത്തൂടെ? അപ്പൊ മൊത്തം എത്രയായി? 20 ആയി. ഇനി കൊടുക്കാൻ ഇലക്ട്രോൺ ഉണ്ടോ നമ്മുടെ അടുത്ത്? ഇല്ല. അപ്പൊ ഇവിടെ എന്താ ലാസ്റ്റ് വന്നത്? 4s അല്ലേ. 4s വന്നില്ലേ? ഇനിയോ ലാസ്റ്റ് ഞാൻ ഇലക്ട്രോൺ കൊടുത്തത് 4sനാ. 4sലുണ്ട് s ഉണ്ടെങ്കിൽ s ബ്ലോക്ക്. 4sലുണ്ട് s ഉണ്ടെങ്കിൽ s ബ്ലോക്ക് ആണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ. s ബ്ലോക്ക് ആണെങ്കിൽ s എന്ന് കേൾക്കുമ്പോൾ അവിടുത്തെ എത്ര ഇലക്ട്രോൺസ് ആണോ അതന്നെയാണ് എന്ത് വരിക? ഗ്രൂപ്പ് നമ്പർ. ഇവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് മക്കളെ? 2 ഇലക്ട്രോൺസ്. അപ്പൊ എത്ര ഗ്രൂപ്പ്? 2. ഗ്രൂപ്പ് 2. എന്തറിയണം എന്റെ മക്കൾക്ക്? പീരിയഡ് അറിയണം. പീരിയഡ് അറിയണമെങ്കിൽ ഇവിടെ എഴുതിയ ഏറ്റവും വലിയ സംഖ്യ നോക്കിയാൽ മതി അല്ലെ. ഇടതു ഭാഗത്ത് ഷെല്ലിന്റെ സബ് ഷെല്ലിന്റെ ഇടതു ഭാഗത്ത് നോക്കിയ വലിയ സംഖ്യ ഏതാ? വലിയ സംഖ്യ 4 ആണ്. അപ്പൊ 4ാമത്തെ പീരിയഡ് ആണ്. കിട്ടിയോ? ഈ കാര്യങ്ങൾ സെറ്റ് ആണോ? ഓക്കെ ആണോ മക്കളെ? അപ്പോ നമ്മൾ എന്ത് ചെയ്തു? ബ്ലോക്കും ഗ്രൂപ്പും പീരിയഡും എസ് ബ്ലോക്കിന്റെ കണ്ടെത്തി, പി ബ്ലോക്ക് വന്നാലും കണ്ടെത്തി. ഇനി അടുത്ത് നോക്കിയടാ. അടുത്തത് നോക്കിയേ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഓക്കെ അയൺ എപ്പോഴും നമ്മൾ കാണാം. അയൺ 26 ആട്ടോ ആറ്റോമിക് നമ്പർ. അയൺ ഒന്ന് എഴുതി അയാളെ ഗ്രൂപ്പും പീരിയഡും കണ്ടെത്താൻ പോവാ. എങ്ങനെ കണ്ടെത്തും? 1s2 2s2 2p6 10 ഇലക്ട്രോൺ ആയി 3s2 12 3p6 18 ഇലക്ട്രോൺ. 3p കണ്ടാൽ ചാടണേ 4sലോട്ട് ചാടി 3p6ൽ നിന്നും നേരെ ചാടണം 4sലോട്ട്. 4sലും കൊടുത്തു 2 എണ്ണം, sനും കൊടുത്തു 2 എണ്ണം. അപ്പൊ മൊത്തം എത്ര ഇലക്ട്രോൺ ആയി എന്റെ മക്കളെ? എത്ര? 20. ഇനി ആരവിടെ ഉള്ളതിന്റെ അടിയിൽ ആരുണ്ട്? 3d ഉണ്ട്. 3dക്ക് ഇനി എത്ര ഇലക്ട്രോൺ ബാക്കിയുണ്ട്? ഇപ്പൊ മൊത്തം 20 ആയി. ഇനി എത്ര ഇലക്ട്രോൺ ബാക്കിയുണ്ട്? 6. 3dക്ക് ആ 10 ഇലക്ട്രോൺ വരെ കൊള്ളു. നമ്മളെടുത്ത് ബാക്കി എത്ര? 6. അപ്പൊ 3dക്ക് എത്ര കൊടുത്തു? 6. ഇനി നോക്കിയ മക്കളെ ഞാൻ ഏറ്റവും ലാസ്റ്റ് കൊടുത്ത ഇലക്ട്രോൺ ആർക്കാ കൊടുത്തത്? ഡിക്ക, 3dക്ക അല്ലെ. ലാസ്റ്റ് ഞാൻ ഇവിടെ ഇലക്ട്രോൺ കൊടുത്തത് എസിനാണോ കൊടുത്തത്? എസിന് കഴിഞ്ഞിട്ട് ആരെ കൊടുത്തത്? 3dക്ക കൊടുത്തത്. അപ്പൊ ലാസ്റ്റ് ഞാൻ ഇലക്ട്രോൺ കൊടുത്തത് ആരാ? 3dയാ. 3dയിലുണ്ട് ഡി ബ്ലോക്ക്. 3d അറിയുമ്പോ ഡിയിലാരാ? ഡി വന്നാരാ? ഡി ബ്ലോക്ക്. ഡി ബ്ലോക്ക് വന്ന ഗ്രൂപ്പ് കണ്ടെത്തണം. ഡി എന്ന് കേൾക്കുമ്പോൾ ഓർക്കണേ 2. ഡി ബ്ലോക്ക് ആണെങ്കിൽ നിങ്ങൾ ഓർക്കണേ 2. ഡി ബ്ലോക്ക് ആണെങ്കിൽ അവരുടെ ഇലക്ട്രോൺസ് എത്രയെന്ന് നോക്കണം. എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6 ഇലക്ട്രോൺസ്. അതിന്റെ കൂടെ എന്റെ മക്കൾ എത്ര കൂട്ടണം? 2 കൂട്ടണം. അപ്പൊ എത്രയായി? 8 എത്രയായി? 8. അപ്പൊ 8ാമത്തെ ഗ്രൂപ്പിലാണ് അയൺ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് പീരിയഡ് എത്രയാണ്? പീരിയഡ് കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യണം? എഴുത്ത് എഴുതിയ സംഖ്യ നോക്കണം, അഥവാ ഷെൽ നമ്പർ ആയി എഴുതിക്കണം കേട്ടോ. ഇതിൽ ഇങ്ങനെ നോക്കുമ്പോ വലിയ സംഖ്യ എവിടെ വരുന്നത്? ഇവിടെ വരുന്നത്. 3d ആണോ? 3 ആണോ വലുത്? അല്ല, അതിലേറെ വലുത് എടുത്ത് എഴുതിയ എവിടെ ഉണ്ട് അല്ലെ? ഇടത് വശത്ത് എഴുതിയതാണ് ഷെൽ നമ്പർ. ഇതിൽ വലിയ സംഖ്യയാണ് പീരിയഡ്. ഇവിടെ 4 ഇല്ലേ? അപ്പോ 4ാമത്തെ പീരിയഡ് കാണുമ്പോ എപ്പോഴും മറക്കരുത്, നമ്മൾ ലാസ്റ്റ് ഇലക്ട്രോൺ കൊടുത്തതല്ല നോക്കേണ്ടത്. എന്ത് നോക്കണം എന്റെ മക്കളെ? ഈ ഇടത് വശത്ത് എഴുതിയ നമ്പറുകളില്ലേ, ഇതിൽ വലിയ നമ്പർ എവിടെ വരുന്നത്? അതാണ് പീരിയഡ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ 3 ബ്ലോക്കുകൾ വന്നാലും നിങ്ങൾ ഗ്രൂപ്പും പീരിയഡും കണ്ടെത്താൻ പഠിച്ചില്ലേ? ഓക്കെ അല്ലേ? ഇനിയടാ ചിലപ്പോ ഇങ്ങനെ ഡയറക്റ്റ് ചോദിക്കൂല. നമ്മുടെ ശിവൻകുട്ടി വന്നിട്ട് എന്താക്കിക്കണേ? ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ടഫ് ആക്കിയിട്ടുണ്ട് അല്ലേ? അപ്പൊ മൂപ്പർ എത്ര ടഫ് ആക്കിയാലും നമുക്ക് ആൻസർ ചെയ്യും അല്ലേ? ആറ്റോമെട്രിക്സ് കണ്ട കുട്ടിയാണെങ്കിൽ ആൻസർ ചെയ്തിരിക്കും, അത് ഏത് കൊമ്പം ക്വസ്റ്റ്യൻ വന്നാലും. അപ്പൊ മക്കളെ ഇത് ഇനി എങ്ങനെ ചോദിക്കാം? ഒന്നെങ്കിൽ ഒരു ടൈപ്പ് എങ്ങനെ ചോദിക്കും? നിങ്ങളോട് ഡയറക്റ്റ് ചോദിക്കും. എക്സ് എന്ന ഒരാളെ തരും, അല്ലെങ്കിൽ ഒരു എലമെന്റ് തരും, അയാൾ ആറ്റോമിക് നമ്പർ തരും, ഗ്രൂപ്പും പീരിയഡും ബ്ലോക്കും കണ്ടെത്താൻ ചോദിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അവർ ആൻസർ പറയും. അഥവാ നമ്മളോട് പറയും ചിലപ്പോ
നമ്മളോട് ചിലപ്പോ എങ്ങനെ പറയുന്ന അറിയോ, പതിനാറാമത്തെ ഗ്രൂപ്പില് മൂന്നാമത്തെ പീരിയഡിലാണ് എക്സ് എന്ന മൂലകം അല്ലെങ്കിൽ എക്സ് എന്ന എലമെന്റ് 16ാമത്തെ ഗ്രൂപ്പില് മൂന്നാമത്തെ പീരിയഡിലാണ് വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾ ഏത് ബ്ലോക്ക് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ബ്ലോക്കിലെ 1ഉം 2ഉം എസ് ബ്ലോക്ക്, 3 മുതൽ 12 വരെ ഡി ബ്ലോക്ക്, ഇനിയോ 13 മുതൽ 18 വരെ ഏതാ പി ബ്ലോക്ക്. നമുക്ക് ഇവിടെ വന്ന് 16 എന്ന് പറയുന്നത് എവിടെ വരുന്നതാ? 13 മുതൽ 18 വരെ വരുന്നതിന്റെ ഇടയിലാണ് 16 വരുന്നത് അല്ലേ? അപ്പൊ ഏതാ ബ്ലോക്ക് കിട്ടി? പി ബ്ലോക്ക്. അപ്പൊ ഏത് ബ്ലോക്ക് ആണെന്ന് കിട്ടി? പി ബ്ലോക്ക് ആണെന്ന് കിട്ടി. അപ്പൊ ബ്ലോക്ക് ഐഡന്റിഫൈ ചെയ്തു. ഈ ബ്ലോക്ക് ഐഡന്റിഫൈ ചെയ്താല് നിങ്ങൾക്ക് എന്തറിയാം? നിങ്ങൾക്ക് അവസാനത്തെ സബ്ഷെൽ എഴുതാൻ കഴിയും. അവസാനത്തെ സബ്ഷെൽ എങ്ങനെ വരിക? ഏതാ വരിക? മൂന്നാമത്തെ പീരീഡ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്? പി ബ്ലോക്കിന്റെ 3 വരും അല്ലെ? ഷെൽ നമ്പർ എത്ര വരും? 3 വരും. ഇനിയോ ഏതാ സബ്ഷെല് വരിക? പി ബ്ലോക്ക് ആണെങ്കിൽ അവസാനം ഏത് വരും? 3p വരും. ഇനി ഇവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് കിട്ടണ്ടേ? അതിന് എന്ത് ചെയ്താൽ മതി? ഗ്രൂപ്പ് കണ്ടോ? ഈ ഗ്രൂപ്പ് കിട്ടണ എങ്ങനെ? ഇലക്ട്രോൺസിന്റെ കൂടെ പി ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ എത്ര കൂട്ടിയത്? 12 കൂട്ടി അല്ലേ? അപ്പൊ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 12 അങ്ങ് കുറക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇലക്ട്രോൺസും കിട്ടും. അപ്പൊ എന്ത് ചെയ്തു? ഗ്രൂപ്പ് 16 അതിന്ന് 12 കുറച്ചു. അപ്പൊ എത്ര കിട്ടി മക്കളെ? 4. എത്ര കിട്ടി? 4. അപ്പൊ 3p4 ലാസ്റ്റ് സബ്ഷെല് കിട്ടിയില്ലേ? ഇതിന്റെ മുമ്പ് വരുന്ന 3p4 വരണമെങ്കിൽ ഇതിന്റെ മുമ്പ് കുറച്ച് ആൾക്കാരുണ്ട് അല്ലേ? ആരൊക്കെ ഉണ്ട്? ഇത് അലക്കണം എഴുതിക്കോളി. ആരൊക്കെ ഉണ്ട്? 1s2 അല്ലേ? പിന്നെ ആരുണ്ടാവും? 2s2. പിന്നെ ആരുണ്ടാവും? 2p6. പിന്നെ ആരുണ്ടാവും? 3s2. 3 ആൾക്കാർ വന്നിട്ട് ആര് വരുള്ളൂ? 3p വരുള്ളൂ. ഞങ്ങൾ ഈ ഓർഡർ കാണാതെ പഠിച്ച ആൾക്കാരാ. അറ്റോമെട്രിക്സിലെ മക്കള് ഓർഡർ കാണാതെ പഠിച്ച ആൾക്കാരാ. അങ്ങനെയാണെങ്കിൽ ഈ ലാസ്റ്റത്തെ കൊലകൊമ്പനെ കിട്ടിയാൽ ഞങ്ങൾ ഇതിന്റെ ബാക്കത്തെ ആൾക്കാരെ ഞങ്ങൾക്ക് അറിയാം അല്ലേ? 1s2 2s2 2p6 3s2 കഴിഞ്ഞിട്ട് ആര് വരുള്ളൂ? 3p വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഇലക്ട്രോൺ കോൺഫിഗറേഷനും കിട്ടി. ഇനി നമുക്കില്ലേ ഇലക്ട്രോൺ വിന്യാസം കിട്ടി. ഇനി നമുക്ക് കണ്ടെത്താലോ? ആറ്റോമിക് നമ്പർ എത്ര? ഇത് മൊത്തം കൂട്ടിയ എത്ര കിട്ടും? 10ഉം 12ഉം 16. ആറ്റോമിക് നമ്പർ 16. ഇലക്ട്രോൺസ് അപ്പൊ എത്ര? 16 അല്ലേ? അപ്പൊ നമുക്ക് എന്തറിയാം? നമ്മുടെ ഗ്രൂപ്പും പീരീഡും തന്നാൽ എന്ത് കണ്ടെത്താൻ അറിയും? ആറ്റോമിക നമ്പർ കണ്ടെത്താൻ പഠിച്ചു. ചിലപ്പോ ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ പി ബ്ലോക്ക് താളല്ലേ വന്നത്. ഇനി നോക്കിയേ, നിങ്ങളോട് പറയാണ് ഒന്നാമത്തെ ഗ്രൂപ്പില് നാലാമത്തെ പീരിയഡില് എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്. ഇയാള് ആറ്റോമിക് നമ്പർ എത്രയാണ്, അല്ലെങ്കിൽ ഇയാൾ ആരാണ് എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ മക്കള് ഏത് ബ്ലോക്കാണ് ഐഡന്റിഫൈ ചെയ്യണം. ഏത് ബ്ലോക്കാണ്? ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലേ? ഫസ്റ്റും സെക്കൻഡും കേൾക്കുമ്പോൾ ഓർക്കണേ എസിനെ. 1ഉം 2ഉം ആണെങ്കിൽ ഓർക്കണേ എസിന്. അപ്പൊ ഇവിടെ 1 ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലേ? അപ്പൊ ആരാ വരിക? എസ് ബ്ലോക്ക്. ഓക്കെ അല്ലേ? എസ് ബ്ലോക്ക് ആണെന്ന് മനസ്സിലായി. എന്ന് അടുത്തത് എന്ത് ചെയ്യണം എൻ്റെ മക്കള്? എന്ത് ചെയ്യണം? അവസാനത്തെ സബ്ഷെൽ എഴുതാം. അവസാനത്തെ സബ്ഷെൽ എഴുതണമെങ്കിൽ എന്തറിയാം? ഇവിടെ പീരീഡ് എത്രയാണ്? 4 ആണെന്നും അറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവസാനത്തെ ഷെൽ എങ്ങനെ എഴുതും? സബ്ഷെൽ എങ്ങനെ എഴുതും? 4s. ബ്ലോക്ക് ആയതുകൊണ്ട് എസ് ഇട്ടു, പീരീഡ് 4 ആയതുകൊണ്ട് 4 ഇട്ടു അല്ലേ? 4s എന്ന് എഴുതി. ഇനി എത്ര ഇലക്ട്രോൺസാ? ഇവിടെ എത്രാമത്തെ ഗ്രൂപ്പ് ആണോ? എസ് ആണെങ്കിൽ ആ ഗ്രൂപ്പ് അല്ലേ നമ്മള്. എത്രാമത്തെ ഗ്രൂപ്പ് ആണോ അത്ര ഇലക്ട്രോൺ ഇവിടെ വരും, എസ് ബ്ലോക്ക് ആയതുകൊണ്ട്. അപ്പൊ എന്ത് വരും? 4s1 വരും. ഇതിന്റെ മുന്നത്തെ ആൾക്കാർ നമുക്കറിയില്ല ആരൊക്കെ വരും? 1s2 2s2 2p6 3s2 3p6 കഴിഞ്ഞിട്ട് നമ്മൾ ആർക്കാ കൊടുത്ത ഇലക്ട്രോണ്? 4s കൊടുത്തത്. അപ്പൊ എത്രയും വരും. ഇതിന് കൂട്ടി നോക്കിയാൽ മതി. എത്ര കിട്ടും?
19 കിട്ടും. ആറ്റോമിക് നമ്പർ എത്രയായിരിക്കും? 19 ആയിരിക്കും. ഓക്കെ ആണോ? അപ്പൊ എക്സ് ബ്ലോക്ക് ഇതുപോലെ തിരിച്ചു ക്വസ്റ്റ്യൻ ചോദിച്ച ആൻസർ ചെയ്യാൻ പഠിച്ചില്ലേ? ഇനി ഡി ബ്ലോക്ക് മാത്രമേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ. നോക്കിയേ, ഡി ബ്ലോക്ക് ഒരാളെ തരാൻ നിങ്ങൾക്ക് എക്സ് എന്നിട്ടിട്ട് നിങ്ങളോട് പറയാണ് ഏഴാമത്തെ പീരിയഡില് ഏഴാമത്തെ ഗ്രൂപ്പില് 4ാമത്തെ പീരിയഡില് എക്സ് എന്നൊരു മൂലകമുണ്ട്. ഇയാളുടെ ആറ്റോമിക നമ്പർ കണ്ടെത്തണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ആദ്യം 7ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകൾ ആരാ? ഡി ബ്ലോക്കാ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അവസാനത്തെ ഇലക്ട്രോൺ എവിടെ ചെല്ലും? ഡിയിൽ ചെല്ലും അല്ലേ? പക്ഷെ ഡി ബ്ലോക്കിന്റെ പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? ഡി ബ്ലോക്കാ വരുന്നതെങ്കിൽ നമ്മുടെ ഡി അവസാനത്തെ ഇലക്ട്രോൺ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരാൾക്കും കൂടി ഇലക്ട്രോൺ കൊടുക്കുക. ആർക്കാ കൊടുക്കുക? ഫോറസിന് കൊടുക്കും. ഫോറസിന്റെ 2 ഇലക്ട്രോൺ കൊടുത്തിട്ട് എവിടെ വരുള്ളൂ? ഡിയിൽ വരുള്ളൂ. അപ്പൊ ഡി കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 4s2 ആദ്യം എഴുതി വെക്കണം. 4s2 ആദ്യം എഴുതി വെക്കണം. അപ്പൊ 4s2 കഴിഞ്ഞിട്ട് ഡി. ഇനി എവിടെ വരും? എത്ര വരും? ഇതിനൊന്ന് കുറച്ചത് ഡിയിലെ, അഥവാ 4ന്റെ തൊട്ട് മുമ്പുള്ള ആരാണ്? 4sന്റെ തൊട്ട് മുമ്പ് ആരാണ്? 3d ആണ്. 3d അല്ലേ? അപ്പൊ 3d എത്ര ഇലക്ട്രോൺ ഉണ്ട്? 7ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ 3d എന്ന് കേൾക്കുമ്പോൾ ഓർക്കണേ 5നെ, ഓർക്കണേ 2നെ. 3d എന്ന് കേൾക്കുമ്പോൾ ഡി ബ്ലോക്ക് ആണെങ്കിൽ ഓർക്കണേ 2നെ ഓർക്കണം. ഡി അല്ലേ? നമ്മൾ എന്ത് ഡി ബ്ലോക്ക് ആണ് 2 കൂട്ടല്ലേ ചെയ്തത്? ഇവിടെ ആൻസറാ തന്നിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യണം? ഗ്രൂപ്പിൽ നിന്നും എന്ത് ചെയ്യണം? 2 കുറക്കണം. ഗ്രൂപ്പ് എത്രയാണ്? 7. 7ൽ നിന്ന് 2 കുറച്ച് എത്ര കിട്ടും? 5. എത്ര കിട്ടും? 5. അപ്പൊ എവിടെ വരും? 3ഡിയിൽ എത്ര വരും മക്കളെ? 5. 3d 5 വരും. ഇതിന് മുമ്പത്തെ ആൾക്കാരെ എഴുതിക്കൂടെ? ആരൊക്കെ വരും? 1s2 2s2 2p6, പിന്നെ ആര് വരും? 3s2 3p6. അത് കഴിഞ്ഞ് നമ്മൾ 4s2 കൊടുത്തിട്ട് 3ഡിയിലേക്ക് വന്നു. അപ്പൊ ഡി ബ്ലോക്ക് ശ്രദ്ധിക്കുമ്പോ ഡി ബ്ലോക്ക് ആണെന്ന് കണ്ട ആദ്യം ആരെ എഴുതിയേക്കണം? 4s2 ഉണ്ടെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? 4s2 ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം? 3d ആണ്. ഈ ഇലക്ട്രോൺ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഗ്രൂപ്പിൽ നിന്നും 2 കുറക്കണം. ഓക്കെ അല്ലേ? ബാക്കി അതിന്റെ എന്താണ് ബാക്കിലുള്ള തൊട്ട് മുമ്പുള്ള ആൾക്കാരെ നമുക്കറിയാം, അത് എഴുതണം. അപ്പൊ നമുക്ക് എത്ര കിട്ടി? മൊത്തം ഇലക്ട്രോൺസ് എത്ര കിട്ടി? 25. ആറ്റോമിക് നമ്പർ എത്രയായിരിക്കും? 25. ഇയാളേതാ? 7ാമത്തെ ഗ്രൂപ്പില് 4ാമത്തെ പീരീഡിൽ വരുന്ന ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ 2 വിധത്തിലാണ് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക. പിന്നെ 4 അതുപോലെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യനും പ്രതീക്ഷിക്കാം. അതുപോലെ നമ്മൾ എഴുതുന്ന ഒരു കാര്യം കൂടി പറയാം. നമ്മൾ എഴുതുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളൊരു സബ്ഷെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് 1s ആണ് എഴുതുന്നെങ്കിൽ ഇതെന്താണ്? ഫസ്റ്റ് എഴുതുന്ന ഷെൽ നമ്പർ ആണ്. ഏതാണ് ഷെല്ല്? K ആണോ, L ആണോ, M ആണോ, N ആണോ? ഇവരുടെ ഷെൽ നമ്പർ ആണ്, അഥവാ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ പഠിച്ചിരുന്നില്ലേ? അതാണ് ഇവിടെ എഴുതുന്നത്. പിന്നെ ഇത് എഴുതുന്നത് എന്താണ്? സബ്ഷെല്ലാണ്. S സബ്ഷെല്ലാണെങ്കിൽ S എന്ന് എഴുതും, P ആണെങ്കിൽ P എന്ന് എഴുതും, D ആണെങ്കിൽ D എന്ന് എഴുതും. ആ കാര്യങ്ങളും ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററില് ഈ കാര്യം പഠിച്ച നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിക്കും? 6 മാർക്ക് ഷുവറാ. അപ്പൊ ഇത് സെറ്റ് ആയിട്ട് പഠിച്ചോ. ഇനി എന്റെ മക്കള് ഈ യൂട്യൂബ് ചാനലിൽ ഏതൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ ചാപ്റ്ററുകൾ പറയണം, ഫിസിക്സിൽ ഏതൊക്കെ ചാപ്റ്റർ പറയണം, കെമിസ്ട്രിയിൽ ഏതൊക്കെ പറയണം, മാത്സ്, ഈ 3 സബ്ജക്റ്റിന്റെയും ക്ലാസ്സുകൾ ഈ ചാനൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ എന്റെ മക്കള് നിങ്ങളുടെ കമന്റിൽ പറയട്ടോ, നിങ്ങൾക്ക് ഏതൊക്കെ ബുദ്ധിമുട്ടുണ്ട്, സാർ ഏതൊക്കെ പറഞ്ഞു തരണം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ പറയാട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ എന്ത് ചെയ്യാ? കമന്റ് ബോക്സിൽ പറയാട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോ ഓൺ എക്സാമിന് ഇത് പഠിച്ചോ, മാർക്ക് ഷുവർ.